ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 23ാമത് ഗവർണറായി ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം ഈ മാസം 17 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ന്യൂഡൽഹിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിനിടയാക്കിയ യൂണിയൻ കാർബൈഡ് കമ്പനിയിലെ 377 ടണ്ണോളം വിഷമാലിന്യങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരായ 14 പ്രതികൾക്ക് എറണാകുളം CBI കോടതി നാളെ ശിക്ഷ വിധിക്കും. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് തിരിതെളിയും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ 23ാമത് ഗവർണറായി ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I, Rajendra Vishwanath Arlekar, do swear in the name of God that I will faithfully execute the office of Governor of Kerala and will, to the best of my ability, preserve, protect and defend the Constitution of India and the law, and that I will devote myself to the service and well-being of the people of Kerala. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, മന്ത്രിമാർ, MLAമാർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം ഈ മാസം 17 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കുന്നതിനായി മന്ത്രിസഭാ ഉപസമിതിയെ യോഗം ചുമതലപ്പെടുത്തി. മന്ത്രിമാരായ KN ബാലഗോപാൽ, K രാജൻ, റോഷി അഗസ്റ്റിൻ, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുന്നതിനുള്ള വിവരങ്ങൾ വകുപ്പുകളിൽ നിന്ന് ശേഖരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകനെയും ചുമതലപ്പെടുത്തി. ന്യൂഡൽഹിയിലെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തറക്കല്ലിടും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി അശോക് വിഹാറിൽ നിർമ്മിച്ച പുതിയ 1675 ഫ്ളാറ്റുകൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വേൾഡ് ട്രേഡ് സെന്ററും GPRI ടൈപ്പ് 2 ക്വാർട്ടേഴ്സും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. റോഷൻപുരയിലെ വീർ സവർക്കർ കോളേജിനും ശ്രീ നരേന്ദ്രമോദി തറക്കല്ലിടും. ഇന്ത്യയും പാകിസ്ഥാനും കസ്റ്റഡിയിലുള്ള തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ കൈമാറി. കോൺസുലർ ആക്സസ് സംബന്ധിച്ച ഉഭയകക്ഷി കരാർ 2008ലെ വ്യവസ്ഥകൾ പ്രകാരം അത്തരം പട്ടികകൾ എല്ലാ വർഷവും ജനുവരി 1നും ജൂലൈ 1നും കൈമാറുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള 381 തടവുകാരുടെയും 81 മത്സ്യത്തൊഴിലാളികളുടെയും പേരുകൾ ഇന്ത്യ കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. 49 സിവിലിയൻ തടവുകാരുടെയും 217 മത്സ്യത്തൊഴിലാളികളുടെയും പേരുകൾ പാകിസ്ഥാനും പങ്കുവച്ചിട്ടുണ്ട്. 40 വർഷങ്ങൾക്ക് മുൻപ് ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിനിടയാക്കിയ യൂണിയൻ കാർബൈഡ് കമ്പനിയിലെ 377 ടണ്ണോളം വരുന്ന വിഷമാലിന്യങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി. ഭോപ്പാലിൽ നിന്നും 250 കിലോമീറ്റർ അകലെയുള്ള പിതാംപൂർ വ്യവസായ മേഖലയിലേക്കാണ് മാലിന്യങ്ങൾ മാറ്റുന്നത്. 12 ട്രക്കുകളിലായാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ഇവയുടെ നീക്കത്തിനായി പ്രത്യേക ഹരിത ഇടനാഴിയും സജ്ജമാക്കിയിട്ടുണ്ട്. 1984 ഡിസംബറിലാണ് 5479ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഭോപ്പാൽ വിഷവാതക ദുരന്തം ഉണ്ടായത്. ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലെ എല്ലാ പദ്ധതികളും സമയബന്ധിതമായി നടപ്പാക്കുന്നത് വഴി രാജ്യത്ത് ദാരിദ്ര്യമുക്ത ഗ്രാമങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഗ്രാമവികസന മന്ത്രാലയം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ മാസം 10 ലക്ഷത്തിലേറെ ഭവനങ്ങൾക്ക് അനുമതി നൽകാൻ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. UIDAIയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ശ്രീ ഭുവനേഷ് കുമാർ ചുമതലയേറ്റു. ഉത്തർപ്രദേശ് കേഡറിൽ നിന്നുള്ള 1995 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരവധി സുപ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ട്. 2024 ഡിസംബറിൽ രാജ്യത്തെ മൊത്ത ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 7.3% വർധന. ഇക്കഴിഞ്ഞ ഡിസംബറിൽ മൊത്തം GST വരുമാനം 1.76 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡ്, ബീറ്റിംഗ് റിട്രീറ്റ് തുടങ്ങിയവ വീക്ഷിക്കാനുള്ള ടിക്കറ്റുകളുടെ വിൽപ്പന ഇന്ന് ആരംഭിക്കും. സേനാഭവൻ, ശാസ്ത്രി ഭവൻ, ജന്തർ മന്ദർ, പ്രഗതി മൈതാൻ, രാജീവ് ചൌക്ക് മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെബ്സൈറ്റുകളിലൂടെയും ജനങ്ങൾക്ക് ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ എറണാകുളം CBI കോടതി നാളെ ശിക്ഷ വിധിക്കും. കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 2019 കേസിനാസ്പദമായ സംഭവം നടന്നത്. കേസിലെ വിധി പുറപ്പെടുവിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്നലെ കളക്ടറേറ്റിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ സമാധാന യോഗം ചേർന്നു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കുവാൻ യോഗം തീരുമാനിച്ചു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് തിരിതെളിയും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറമെ തിരുവനന്തപുരം നഗരത്തിലെ 25 വേദികളിലായി ഈ മാസം 8 വരെയാണ് കലോത്സവം. വേദികൾക്ക് കേരളത്തിലെ നദികളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. സഞ്ചാരികളുടെ പറുദീസയായ മൂന്നാറിലെ പുറം കാഴ്ചകൾ കാണാൻ പാകത്തിൽ സജ്ജീകരിച്ച ഡബിൾ ഡക്കർ ബസ് പുറത്തിറങ്ങി. KSRTCയുടെ ഏറ്റവും പുതിയ സംരംഭമായ KSRTC റോയൽ വ്യൂ പദ്ധതിയുടെ ഭാഗമാണ് ഡബിൾ ഡക്കർ ബസ് സർവീസ്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ബസിന്റെ മുകൾ ഭാഗത്തും ബോഡി ഭാഗങ്ങളിലും ഘടിപ്പിച്ചിട്ടുള്ള സുതാര്യമായ ഗ്ലാസ് പാനലുകളിലൂടെ സഞ്ചാരികൾക്ക് തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞും ഉൾപ്പെടെ മൂന്നാറിന്റെ പ്രകൃതി മനോഹാരിത നേരിട്ട് ആസ്വദിക്കാനാവും. ബസിലെ രാത്രി യാത്രകൾ വ്യത്യസ്തമാക്കാൻ വിവിധ നിറങ്ങളിലുള്ള പ്രകാശ സംവിധാനവും ഏർപ്പെടുത്തി. വാഹനത്തിന്റെ മുകൾ നിലയിൽ 38 പേർക്കും താഴത്തെ നിലയിൽ 12 പേർക്കുമായി മൊത്തം 50 സഞ്ചാരികൾക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. യാത്രാവേളയിൽ കുടിവെള്ളം, ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കുന്നതിനും അത്യാവശ്യ ഘട്ടങ്ങളിൽ മൊബൈൽ ചാർജിംഗ് നടത്തുന്നതിനുമുള്ള സംവിധാനങ്ങളും ലഭ്യമാണ്. സാമൂഹിക പരിഷ്കർത്താവും NSS സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. രാവിലെ പെരുന്ന NSS ആസ്ഥാനത്തെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടന്നു. തുടർന്ന് നടന്ന മന്നം ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. കർമ്മം കൊണ്ട് ശൂന്യതയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച യുഗപ്രഭാവനായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. കേരളത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങൾക്കെതിരെയുമുള്ള പോരാട്ടങ്ങളുടെ മുൻനിരയിലെ നേതൃസാന്നിധ്യമായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച പൊതുമാപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ദുബൈയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ. വിവിധ കേന്ദ്രങ്ങളിലൂടെ 15,000-ലേറെ ഇന്ത്യക്കാർക്ക് പൊതുമാപ്പിന്റെ പ്രയോജനം ലഭ്യമാക്കിയതായും അധികൃതർ അറിയിച്ചു. മകരവിളക്കിനോടനുബന്ധിച്ച് തിരുവാഭരണ ഘോഷയാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ പന്തളം വലിയ കോയിക്കൽ ശാസ്താ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നു. ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി. മകരവിളക്ക് വ്യൂ പോയിന്റുകളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച സംയുക്ത സുരക്ഷാ പരിശോധന നടത്തുമെന്നും കളക്ടർ പറഞ്ഞു. വ്യോമസേനയിലേക്ക് അഗ്നിവീർ റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 7 രാവിലെ 11 മുതൽ 27 രാത്രി 11 വരെ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്ക് agnivatvayu.cdoc.in സന്ദർശിക്കാവുന്നതാണ്. 1901 ശേഷം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് 2024 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കുറഞ്ഞ താപനിലയും പരമാവധി താപനിലയും സാധാരണയേക്കാൾ കൂടുതലായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ശൈത്യതരംഗം ശക്തമാകുമെന്നും IMD ഡയറക്ടർ ജനറൽ അറിയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ഹൈദരാബാദ് FC പോരാട്ടം. കൊൽക്കത്തയിൽ രാത്രി 7:30 മത്സരം. 13 കളികളിൽ നിന്ന് 29 പോയിന്റുമായി നിലവിൽ പട്ടികയിൽ ഒന്നാമതാണ് മോഹൻ ബഗാൻ. ഗുജറാത്തിലെ ഭാവ്നഗറിൽ നടക്കുന്ന 74ാമത് ദേശീയ സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ ആന്റണി ജോൺസണും R. ശ്രീകലയും നയിക്കും. ഈ മാസം 5 മുതൽ 12 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 23ാമത് ഗവർണറായി ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം ഈ മാസം 17 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനം. ന്യൂഡൽഹിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിനിടയാക്കിയ യൂണിയൻ കാർബൈഡ് കമ്പനിയിലെ 377 ടണ്ണോളം വിഷമാലിന്യങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരായ 14 പ്രതികൾക്ക് എറണാകുളം CBI കോടതി നാളെ ശിക്ഷ വിധിക്കും. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് തിരിതെളിയും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.